സമൂഹം പറയുന്നത് ആയിക്കൊള്ളണമെന്നില്ല ധർമ്മം, സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആയിക്കൊള്ളണമെന്നില്ല ധർമ്മം. അത് നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാൻ ഏറ്റവും സഹായിക്കുന്നതാണ് ഈ കൈകേയി എന്ന് പറഞ്ഞ കഥാപാത്രം. കൈകേയിക്ക് ദശരഥൻ നേരത്തെ 2 വരങ്ങൾ കൊടുത്തിരുന്ന നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വരങ്ങൾ പിന്നീട് വാങ്ങിക്കാമെന്ന് കൈകേയി പറഞ്ഞു. ആവശ്യപ്പെട്ട വരം ഇതാണ്: രാമനെ കാട്ടിലയക്കണം, ഭരതനെ രാജാവാക്കണം. അപ്പോൾ ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്നാമത്, കൈകേയിയുടെ അച്ഛന് ദശരഥൻ വാക്ക് കൊടുത്തിരുന്നു, ഞാൻ കൈകേയി വിവാഹം കഴിക്കുന്നു. കൈകേയി അത്യന്തം സുന്ദരിയാണ് എന്നത് അനേകം രാജാക്കന്മാർ കൈകേയിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദശരഥനാണെങ്കിൽ താരതമ്യേന കുറച്ച് വൃദ്ധനാണ്. മാത്രമല്ല, ദശരഥന് പുത്രന്മാർ ഉണ്ടായിട്ടുമില്ല, കൗസല്യ പുത്രൻ ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു രാജാവിന് തൻ്റെ സുന്ദരിയും വളരെയധികം വിദുഷിയും എല്ലാ യുദ്ധസാമർഥ്യമൊക്കെ ഉള്ള എല്ലാ രീതിയിലും ഒരു ക്ഷത്രിയ വനിതയ്ക്ക് യോജിച്ച എല്ലാ ഗുണങ്ങളും തികഞ്ഞ കൈകേയിയെ വിവാഹം കഴിച്ച് അയച്ചു കൊടുക്കാൻ കൈകേയി രാജാവിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദശരഥൻ പറയുന്നത്, എനിക്ക് അനന്തരാവകാശമായിട്ടൊരു പുത്രനെ കിട്ടുകയാണെങ്കിൽ, കൈകേയിക്കൊരു പുത്രൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുത്രൻ തന്നെയായിരിക്കും എൻ്റെ രാജ്യം കൊടുക്കുക. ആദ്യത്തെ പത്നി എന്നുള്ളതിൽ കൗസല്യയിൽ പുത്രൻ ഇനിയും ഉണ്ടായെന്നിരിക്കാം. അങ്ങനെ ഉണ്ടായാൽ പോലും ഞാൻ കൈകേയിയുടെ പുത്രനായിരിക്കും രാജ്യം കൊടുക്കുക. അപ്പോൾ തൻ്റെ കൊച്ചുമകൻ അയോധ്യയുടെ രാജാവാകും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കൈകേയി രാജാവ് കൈകേയിയെ ദശരഥന് വിവാഹം കഴിച്ചു കൊടുക്കും. ഇപ്പോൾ ദശരഥന് കൈകേയിയോട് വളരെ അത്യന്തം മമതയുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ധമായ ഭ്രാന്തമായ ഒരു സ്നേഹം തൻ്റെ കൈകേയിയോട് ഉണ്ടായിരുന്നു ദശരഥൻ. അത് കൗസല്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഞാൻ കൈകേയിയുടെ ദാസിയെ അവജ്ഞയൊക്കെ സഹിക്കേണ്ടി വരും, കൈകേയിയുടെ ദാസിമാർ പോലും എന്നെ അവഹേളിക്കുന്നെല്ലാം കൗസല്യ പറയുന്നുണ്ട്. രാമന് അഭിഷേക വിഘ്നം വരുന്ന സമയത്ത് കൗസല്യ പറയുന്നത്, പണ്ടും ദശരഥൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു, എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു, കൈകേയിയുടെ ആയിരുന്നു പ്രിയം. അപ്പം അതുകൊണ്ട് അപ്പോഴൊക്കെ ഞാൻ സഹായിച്ചു, കാരണം നീ കാരണം എനിക്കൊരു അംഗീകാരം കിട്ടും, നീ കാരണം എനിക്ക് ഇവിടെ ഒരു രാജമാതാവായിട്ട് വാഴാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് കൗസല്യ വിലപിക്കുന്നുണ്ട്. സാധാരണ ഒരു സ്ത്രീ വിലപിക്കുന്ന പോലെ തന്നെ വിലപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ അറിയാം, കൈകേയിയുടെ ആയിരുന്നു ദശരഥന് എപ്പോഴും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ രാമനോടുണ്ടായിരുന്ന ഇഷ്ടം കൈകേയിയോടുണ്ടായിരുന്ന ഇഷ്ടത്തെക്കാളും കൂടുതലായിരുന്നു. അപ്പം അതുകൊണ്ട് രാമൻ ഇരിക്കവേ, കൗസല്യയ്ക്ക് ആദ്യപുത്രൻ ജനിച്ചു, ആ ആദ്യപുത്രൻ എന്നുള്ള നിലയ്ക്ക് രാമന് അവകാശമുണ്ട് രാജ്യത്തിന്. അപ്പോൾ ആ രാമൻ ഇരിക്കവേ കൈകേയിയുടെ പുത്രനായ ഭരതന് രാജ്യാഭിഷേകം നടത്താൻ ദശരഥന് മനസ്സ് വന്നില്ല. ഇങ്ങനെ കൊടുത്ത സത്യത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും രാമനോടുള്ള അമിതമായ വാത്സല്യം കാരണം ഈ സത്യം ലംഘിക്കാനാണ് ദശരഥൻ തുനിഞ്ഞത്. അതുകൊണ്ട് ഭരതശത്രുഘ്നന്മാരെ നേരത്തെ തന്നെ കൈകേയി രാജ്യത്ത് അയച്ചു. രാമൻ്റെ അഭിഷേക കാര്യം കൈകേയി രാജൻ അറിയിച്ചില്ല, മറ്റു രാജാക്കന്മാരെ അറിയിച്ചു. എന്നിട്ട് വളരെ പെട്ടെന്ന് രാമൻ്റെ അഭിഷേകം നടത്താനുള്ള തീരുമാനം എടുത്തു. കൈകേയിക്ക് രാമനോട് വളരെ ഇഷ്ടമാണെന്ന് ദശരഥൻ അറിയാം. അതുകൊണ്ട് കൈകേയിയുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവില്ല എന്ന് ദശരഥൻ വിശ്വസിച്ചു. എങ്കിൽ പോലും കൈകേയിയുടെ ഇക്കാര്യം ആദ്യം പറയാൻ ദശരഥൻ കൂട്ടാക്കിയില്ല, ആദ്യമേ പറയാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ ഒരു ഇടവേള, അഭിഷേകം തീരുമാനിക്കപ്പെട്ടു, പക്ഷേ കൈകേയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ കൈകേയിയോട് പറഞ്ഞില്ല. മറ്റെല്ലാ കാര്യങ്ങളും കൈകേയിയോട് ആദ്യം പറയുന്ന ആളാണ്. പിന്നീട് പറയാം എന്ന് തീരുമാനിച്ച് ദശരഥൻ കൈകേയിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ മന്ധരയ്ക്കൊരു ഇടവേള കിട്ടി. ആ ഇടവേളയാണ് മന്ധര ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ മന്ധര അഭിഷേക വാർത്ത കൈകേയിയോട് പറയുമ്പം കൈകേയി അത്യന്തം സന്തോഷത്തോടു കൂടി, ഹർഷോന്മാദത്തോടു കൂടി തൻ്റെ കഴുത്തി കിടക്കുന്ന വിലയേറിയ രത്നമാല ഊരി കൊടുക്കുന്നുണ്ട് മന്ധരയ്ക്ക്. അപ്പോൾ മന്ധര അതിനെ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, കൈകേയി വിവരം കെട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഇങ്ങനൊരു ആവശ്യം രാജാവിനോട് ഉന്നയിക്കാൻ മന്ധര ഉപദേശിക്കുന്നു. അപ്പോൾ കൈകേയി സ്വീകരിക്കുന്നു.
അപ്പം നമുക്ക് തോന്നുന്ന ഒരു ബാല്യക്കാരുടെ ഒരുപക്ഷെ ധാത്രിയായിരിക്കാം കൈയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കുട്ടിക്കാലം തൊട്ടേ മന്ത്രിക്ക് ഒരു പങ്കുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഒരു ദാസിയുടെ വാക്ക് കേട്ട് സ്വന്തം തീരുമാനത്തിൽ തൻ്റെ രാമനോടുള്ള ഇഷ്ടത്തെ മറക്കുന്ന ആളാണോ കൈകേയി? മാത്രമല്ല ഭരതനും തീർച്ചയായിട്ടും രാമനോട് വളരെയധികം ഭക്തിയും വിശ്വാസം ഉണ്ടെന്നും കൈകേയിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ താൻ ഇങ്ങനെ രാമനെ കാട്ടിൽ അയച്ചിട്ട് ഒരു രാജ്യം ഭരതനെടുത്ത് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാനും മാത്രം ഒരു രാജ്യലോഭിയല്ല ഭരതനെന്ന് സ്വന്തം പെറ്റമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് കൈകേയി പെട്ടെന്ന് തൻ്റെ മനസ്സ് തീരുമാനം മാറ്റാൻ കാരണം എന്താണ്? ഒറ്റക്കാരനേ ഉണ്ടാവുള്ളൂ. കാരണം ദശരഥന് സത്യഭംഗം വരരുത്. സത്യത്തിൻ്റെ പുറത്താണ് ധർമ്മം നിലനിൽക്കുക. സത്യമാണ് സർവ്വത്തിനും അടിസ്ഥാനം. ലോകത്തിൽ, ഈ ഭൂമിയിൽ സത്യമേവ ജയതേ എന്നൊരു വാക്യം ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം ഭാരതം മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം മാത്രമാണ് ആത്യന്തികമായിട്ട് വിജയിക്കുന്നത്. ദശരഥൻ ചെയ്യാൻ പോകുന്നത് തൻ്റെ രാമനോടുള്ള മമത കൊണ്ട് സത്യലംഘനം ചെയ്യാൻ പോവാണ്. ഈ സത്യലംഘനം ചെയ്യുന്നത് കൊണ്ട് ആ രഘുകുലത്തിന് തന്നെ ദുഷ്കീർത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല പാപം വരുത്തി വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ തൻ്റെ ഭർത്താവ് അധർമ്മം പ്രവർത്തിക്കാനാണ് ഒരുങ്ങുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് കൈകേയിക്കുണ്ടാകുന്നത്. അതിന് എന്ത് വില കൊടുത്തും തടയണം. കാരണം ധർമ്മപത്നി എന്നുള്ള വാക്ക് തന്നെ ധർമ്മ പരിപാലിക്കാൻ ഭർത്താവിനെ സഹായിക്കുന്നവളെന്നാണ്. പത്നിക്ക് പതിനിയത എന്നൊരു വ്യാഖ്യാനം കൂടി പറയാറുണ്ട്. പത്നിയെ നയിക്കുന്നവൾ, ധർമ്മപത്നി എന്ന് പറയുമ്പോൾ ധർമ്മത്തിലൂടെ ഭർത്താവിനെ നയിക്കുന്നവൾ എന്നൊന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ ആ ധർമ്മം നിറവേറ്റുന്നതിൽ ദശരഥനെ സഹായിക്കേണ്ടവളാണ് താൻ, അല്ലാതെ ഭ്രംശത്തിന് ഇടവരുത്തേണ്ടവളല്ല എന്നുള്ളൊരു ബോധം കൈകേയിക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്രൂരമെന്ന് തോന്നുന്ന ഈ ആവശ്യം ദശരഥൻ്റെ മുന്നിൽ കൈകേയി ഉന്നയിക്കുന്നു. മാത്രമല്ല രാമാഭിഷേകത്തിന് തീരുമാനിക്കുമ്പോൾ ദശരഥൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അന്നത്തെ ജ്യോതിഷ വിശ്വാസം അനുസരിച്ചിട്ട് ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തിന് ദുർദിനങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ദശരഥൻ്റെ ജാതകത്തിൽ തന്നെ വളരെ ഒരു അശുഭമായ സമയമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് രാമന് അഭിഷേകം നിശ്ചയിക്കുന്നത് എന്നും ദശരഥൻ പറയുന്നുണ്ട്. ഇപ്പോൾ ദശരഥൻ്റെ അവസാന കാലത്തും ദശരഥന് കൈകേയിയോടുള്ള മാംസബദ്ധമായ ബന്ധം തീർന്നിട്ടില്ല, വിട്ടിട്ടില്ല. ഇപ്പോഴും ആ കാമാവേശം ഒടുങ്ങിയിട്ടില്ല. അപ്പം കൈകേയിയെ സംബന്ധിച്ച് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഈ രാമനെ കാട്ടിലയക്കാനും ഭരതനെ വാഴിക്കാനും പറയുന്നു. ഒന്നാമത് രാജ്യത്തിന് അല്ലെങ്കിൽ രാജാവിന്, ഭരണാധികാരിക്ക് അപകടം സംഭവിക്കണമെങ്കിൽ അത് രാമനാണ് ഭരണാധികാരിയാണെങ്കിൽ രാമന് തന്നെ അപകടം സംഭവിച്ചു കൂടായികയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അപകടത്തിന് രാമനെ രക്ഷിക്കാം. മാത്രമല്ല ദശരഥനെ സംബന്ധിച്ച് മരിക്കുന്നതിന് മുമ്പ് ഈ മമതാപാശത്തിൽ നിന്ന് ദശരഥനെ മുക്തനാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പുരുഷാർത്ഥങ്ങളെന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമങ്ങളിൽ അവസാനിക്കുന്നതല്ല, അതിനപ്പുറം മോക്ഷം എന്ന് പറയുന്ന ഒന്നും കൂടിയുണ്ട്. അത് ഈ കാമത്തിൻ്റെ പിടിയിൽ നിന്നും മോചനം കിട്ടിയാൽ മോക്ഷത്തിൻ്റെ പാതയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ദശരഥനെ സഹായിക്കുക എന്നുള്ളതും കൈകേയിയുടെ ലക്ഷ്യമായിരുന്നു. തന്നോടുള്ള ബന്ധം, അതിന് ഒരു അവസാനം ഉണ്ടായേ പറ്റുള്ളൂ. ഇത് മരിക്കുന്ന സമയത്ത് തന്നെക്കുറിച്ചാണ് ദശരഥൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ദശരഥൻ ഒരിക്കലും അത് ശ്രേഷ്ഠങ്ങളായ ലോകത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അത് വീണ്ടും ഭൂമിയിലേക്ക് വലിച്ചുകൊണ്ടുവരും. ആ മുക്തിമാർഗത്തിന് തടസ്സമായിരിക്കും. അപ്പം ഭാര്യയോടും മക്കളോടൊക്കെ സ്നേഹം വേണം, വാത്സല്യം വേണം. പക്ഷേ അത് ധന്മാനുസാരി ആയിരിക്കണം.